രേഷ്മ. ശാലിനി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതാ മെസ്സേജ് ചെയ്ത്. ആ, ഞാനേ കോയമ്പത്തൂരായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു. അതപ്പം തന്നെ ചോദിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചത്. എന്താ അറിഞ്ഞത്? ഇതറിഞ്ഞപ്പോ മുതല് ഞാൻ വളരെ കൺഫ്യൂസ്ഡാ. പല കാര്യങ്ങളും റിവൈൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും എനിക്കൊരു ഉത്തരം കിട്ടുന്നുമില്ല. ശാലിനി ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണ്. ശിവനെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നാ എനിക്കതറിയാൻ കഴിഞ്ഞേ. എന്റെ സംശയം വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ ശിവന് നൽകിയിരിക്കുന്നെന്നാ. ഈശ്വര, എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള ചോദ്യമാണല്ലോ. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? എന്തു പറഞ്ഞാലും സൂക്ഷിച്ചു തന്നെ പറയേണ്ടി വരും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് പിന്നെ വിഷ്ണു അവളോടൊപ്പം എത്തിക്കഴിഞ്ഞു. ഇനി ഇത് പറഞ്ഞ് ആ ബന്ധത്തിന്റെ പവിത്രത ഇല്ലാതാക്കണോ? പറയ് രേഷ്മ. രേഷ്മയ്ക്ക് അറിയാവുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ശിവന് നൽകിയിരിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ? അത് അല്ല, അത് മധുരയിലുള്ള ആർക്കുമാണ് നൽകിയിരിക്കുന്നത്. കറക്റ്റ് ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ കാണും. അതൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഹലോ ഹലോ. രേഷ്മ പറയുന്നത് ശരിയാണെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഹാർട്ട് ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ചോദിക്കേ. ഇന്ന് എന്തു പറ്റി? രണ്ടുപേരും നല്ല ഗൗരവത്തിലാണല്ലോ. അല്ല, ക്ലാസ്സിൽ ടെസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ശിവാംഗ്ലേ, ഞങ്ങൾ ക്ലാസ് ടെസ്റ്റ് കണ്ട് അങ്ങനെ പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അല്ല പിന്നെ എന്ത് പറ്റി? ഈ ഗൗരവത്തിന്റെ ഒരു രഹസ്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഓ, എന്താണാവോ ഈ പ്രായത്തിൽ ആലോചിച്ച് കൂട്ടുന്നത്? കുഞ്ഞാവ ഞങ്ങളുടെ അനിയത്തിയല്ലേ? ആ, ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മകളെന്ന് പറയുമ്പോ ഞങ്ങളുടെ അനുജത്തിയാണ്. അനുജത്തിയാണ്. അല്ല, എന്താ അതിന് വല്ല മാറ്റങ്ങൾ വരുത്തണോ? മാറ്റം വരുത്തണമെന്നൊന്നുമല്ല. പിന്നെ ശരിക്കും കുഞ്ഞാവയുടെ ചേച്ചിമാരാണല്ലോ ഞങ്ങള്. ഇതല്ലേ കുറച്ചു മുമ്പ് നിങ്ങൾ തിരിച്ചു പറഞ്ഞത്?